ആര് നമ്മളെ തള്ളിപ്പറഞ്ഞാലും ആര് നമ്മളെ കൈയൊഴിഞ്ഞാലും നമ്മളെ ചേർത്ത് നിർത്തുന്ന നമ്മുടെ വികാരമേ പടച്ച തമ്പുരാൻ. ആ സർവശക്തനായ സർവഗുണ സമ്പൂർണനായ സർവാധിനാഥനായ സർവജ്ഞനായ സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തുണ്ടല്ലോ, ആ പടച്ച തമ്പുരാൻ നമ്മുടെ സമീപത്താണ്, നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ നാഥനുണ്ട്. എല്ലാരും നിന്നെ വീട്ട് തെറ്റിയകന്ന് പോയാലും ശരി ഇല്ലല്ലോ തെല്ലോ വിഷാദം കൂട്ടിനു നീയെങ്കിൽ. എല്ലാരും നിന്നെ വീട്ട് തെറ്റിയകന്ന് പോയാലും ശരി ഇല്ലല്ലോ തെല്ലോ വിഷാദം കൂട്ടിനു നീയെങ്കിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് കേൾക്കാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട നവാസ് മന്നാനി ഉസ്താദും അതുപോലെ നമ്മുടെ യുക്തിവാദിയായ ജാമിദ ടീച്ചറും അവർ തമ്മിൽ സംസാരിക്കുന്നത്. അവരുടെ ശബ്ദം കേൾക്കാം. അവർ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ഏത് രീതിയിലാണ് സംസാരിക്കുന്നത് എന്ന് പോലും നമുക്ക് പഠിക്കാം. അവരുടെ സംസാരം കേൾക്കുമ്പോൾ എന്താണ് വിഷയമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. കേൾക്കൂ. ഹലോ, നവാസ് മന്നാനി അല്ലേ? അതെ, ഞാൻ ജാമിദാണ്. എനിക്കൊരു കാര്യം ഒന്ന് അറിയാൻ വേണ്ടിട്ടാ വിളിക്കുന്നത്. ജാമിദ, വയനാടിന്റെ വിഷയം വന്നപ്പോഴാണ് ഇന്ത്യൻ ആർമി എടുക്കുന്ന എഫേർട്ടിനെ കുറിച്ചിട്ട് കേരളത്തിന് കൃത്യമായിട്ട് മനസ്സിലായത്. പ്രത്യേകിച്ച് നമ്മൾ രാജ്യവുമായിട്ട് മുമ്പേ ലോകം കാണുന്നവർക്കൊക്കെ ഇന്ത്യൻ ആർമി ആരാണ് വയനാട് അല്ല, ആർമിയെ കുറിച്ചിട്ട് മുസ്ലിങ്ങൾക്കുള്ള കാഴ്ചപ്പാട് ഇതാണോ എന്നാണ് മൊത്തത്തിൽ ആൾക്കാർ ചോദിക്കുന്നത്. അതല്ല, അത് പിന്നെ വയനാട് വന്നതിന് ശേഷമല്ല ഇന്ത്യൻ ആർമിക്ക് ഇത്രയും കഴിവുണ്ടെന്നും ഒന്നും വന്നിട്ടുള്ളത്. അതിന് ഇന്ത്യൻ ആർമിക്ക് കഴിവുണ്ടെന്ന് കഴിവ് തെളിയിച്ചവരാണല്ലോ. അതല്ല, കേരളം പ്രത്യേകിച്ച് ഒരു അതിർത്തിയും അതിർത്തി രാജ്യങ്ങളൊന്നും പങ്കിടുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആർമിയുടെ എഫേർട്ട് അറിയില്ല. അതായത് നേരിട്ട് അനുഭവം ഉണ്ടായത് വയനാട് ബേലിപ്പാല നിർമ്മാണവും അത് ശരി. നമ്മളിപ്പോ ഒരു വിഷയം ഉണ്ടാകുമ്പോ അയാളോടാണ് ചോദിക്കേണ്ടത്, അതെ, എന്താണ് ഇങ്ങനെ സംഭവം എന്ന് ചോദിക്കേണ്ടത്. താങ്കളെ വിമർശിച്ചിട്ട് ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ അറിയണമെന്ന് തോന്നി. കാരണം ഇതാണ് സംഭവം. അത് നമ്മളിപ്പോ കാര്യം ഇപ്പൊ ചോദിച്ചറിഞ്ഞിട്ടാണ് ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ടത്. അതെ, അപ്പോ ഞാൻ താങ്കളെ കുറിച്ചിട്ട് വളരെ മോശമായ ഒരു ഇമ്പാക്ട് ആണ് ആ വീഡിയോയിലൂടെ നമുക്ക് കിട്ടുന്നത്. അതനുസരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. അപ്പോ അതിന് ആളുകൾ എല്ലാവരും മോശമായിട്ട് ധരിച്ചു പോകുമല്ലോ. അപ്പൊ താങ്കൾക്ക് എന്താണ് ഇന്ത്യൻ ആർമിയെ കുറിച്ച് പറയാനുള്ളത് എന്നുകൂടി ഓഡിയൻസിനെ അറിയിക്കാനുള്ള ഒരു ബാധ്യത എനിക്ക് ഉണ്ടെന്ന് തോന്നി. ഇപ്പോഴാണ് നമ്പർ കിട്ടിയത്. തീർച്ചയായിട്ടും അതിനാണ് കാരണം. മറ്റ് മുസ്ലിങ്ങൾ മൊത്തം ഇന്ത്യൻ ആർമിയെ വെറുക്കുന്നവരാണ്, ബലാത്സംഖ്യകളാണെന്ന് ചിന്തിക്കുന്നവരാണ് എന്നൊരു ഇമ്പാക്ട് ഓഡിയൻസിന്റെ മുമ്പിൽ ഉണ്ടാക്കാതിരിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിപ്പോ നമുക്കിപ്പോ ഒരു ബഹുമാനമുള്ളവരെ, അത് ഏത് വിഷയത്തിലാണ് എന്ത് വിഷയത്തിലാണ് സംസാരിക്കുന്നത് എന്ന് അത് മനസ്സിലായവർക്ക്, അത് ആ കാര്യം അറിയുന്നവർക്ക് മനസ്സിലായി. എനിക്കിവിടെ പറയാനുള്ളത്, ഇവിടെ ഏതോ ഒരു സാഹചര്യം കൊണ്ട് ഏതോ ഒരു സാഹചര്യത്തിൽപ്പെട്ട് ഈ നമ്മുടെ ജാമിദ ടീച്ചർ യുക്തിവാദിയായത് എന്ന് മനസ്സിലാക്കാം. ഇവിടെ ജാമിദ ടീച്ചർക്ക് മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിക്കരുത്, അതുപോലെ ഇസ്ലാം പണ്ഡിതനായ നവാസ് മന്നാനിയെയും ആരും തെറ്റിദ്ധരിക്കരുത് എന്നുള്ള വാക്കുകളാണ് ഇവിടെ പ്രാധാന്യമുള്ളത്. ആ വാക്കുകൾക്കാണ് ഇവിടെ പ്രാധാന്യമുള്ളത്. അതാണ് ഞാൻ എടുത്തു പറയുന്നത്. ഏതോ സാഹചര്യം കൊണ്ട് ജാമിദ ടീച്ചർ യുക്തിവാദി ആയത്, ഇസ്ലാമിനോടുള്ള വെറുപ്പ് കാണിക്കുന്നതും ഇസ്ലാമിനെ തള്ളിപ്പറയുന്നതും വിമർശിക്കുന്നതും ഏതോ ഒരു സാഹചര്യം കൊണ്ടാണ് അത് തുടങ്ങിയത്. ഇപ്പോൾ അതിനെ നിർത്താനാവാത്ത അവസ്ഥ കൊണ്ട് അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നതുമാണ്. എങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ഇസ്ലാമിനോട്
മുസ്ലിമീങ്ങളോട് വളരെ സ്നേഹമുണ്ടെന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അതുപോലെ ഇസ്ലാം പണ്ഡിതന്മാരെ, ഒരുപാട് പണ്ഡിതന്മാരെ വിമർശിച്ച ഒരു ജാമിദ ടീച്ചറുമാണ്. അതുകൊണ്ട് ഇവിടെ നവാസ് മന്നാനി ആരും തെറ്റിദ്ധരിക്കരുത് എന്ന്, ഇവിടെ നവാസ് മന്നാനിയെ മാത്രം തെറ്റിദ്ധരിക്കരുത് എന്നുള്ള നിർബന്ധവുമില്ല. മുസ്ലിം പണ്ഡിതന്മാരെയും ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞാൽ ആർഎസ്എസ്കാരോ അതല്ലെങ്കിൽ രാഷ്ട്രീയമായി ആരെങ്കിലും തെറ്റിദ്ധരിക്കരുത് എന്നുള്ള ഒരു നിർബന്ധമുള്ളതുപോലെയാണ് ഇവിടെ ജാമിദ ടീച്ചറുടെ ഒരു വാക്കും അദ്ദേഹത്തിന് ഒരു ഇഷ്ടവുമുണ്ടെന്നാണ്. മുസ്ലിമീങ്ങളോടും ഇസ്ലാമിനോടും ഇഷ്ടം പോയിട്ടില്ല, മനസ്സിന്റെ ഉള്ളിൽ അതങ്ങനെ കിടപ്പുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഇതിൽ ഞാൻ എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിയത്. ആരെയും നമ്മൾ വെറുപ്പിച്ചിട്ട് കാര്യമില്ല. അവരുടെ രീതി എന്താണ്, അവരുടെ വാക്കുകളെ കൊണ്ട്, അവരുടെ വാക്കുകളെ കണ്ട് നമ്മൾ വെറുക്കരുത്. ചില മുസ്ലിയാക്കന്മാർ, ഞാൻ ഇതിന് മുമ്പ് ഞാൻ കണ്ടത് നമ്മുടെ വഹാബ് സക്കാഫി AP വിഭാഗത്തിലൂടെ വഹാബ് സക്കാഫിയാണ് ജാമിദ ടീച്ചറിനോട് എന്തോ ഒരു ചോദ്യത്തിന് ജാമിദ ടീച്ചർ വന്നപ്പോൾ വഴക്കുകൂടിയത്. ആ ചോദ്യത്തിന് ശരിയായ മറുപടി ആരാണെങ്കിലും, ആ ചോദിക്കുന്ന ആൾ എത്ര വലിയ ആളാണെങ്കിലും, എത്ര കടുപ്പമുള്ള ആളാണെങ്കിലും, എത്ര വിരോധിയായ ആളാണെങ്കിലും, ഇങ്ങോട്ട് നമ്മളോട് ഒന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നല്ല മയത്തോട് നിന്ന് അവർക്ക് മറുപടി കൊടുത്താൽ എത്ര ഒരു സ്ട്രോങ് ഉള്ള ആൾക്കാരും ലൈറ്റായി നല്ല രീതിയിൽ അവരുടെ സ്വഭാവം എല്ലാം നല്ല രീതിയിൽ കാണിക്കും. നമ്മൾ നീ എന്ന് പറയുമ്പോൾ നിന്റെ അച്ഛനെന്നോ നിന്റെ അപ്പനെന്നോ പറയാൻ പോയാലാണ് ഇവിടെ കുഴപ്പവും സംഭവിക്കുന്നത്. അവർ ഒരിക്കലും നേരാവുന്നതല്ല. ഇപ്പോൾ നവാസ് മന്നാനിയുടെ ഒരു സംസാരത്തിലാണ് നമ്മൾക്ക് ഇത് മനസ്സിലാക്കുന്നത്. അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ എത്ര ഒരു മയത്തിലാണ്, എത്ര ഒരു നല്ല രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ആ രീതി, ആ സംസാരത്തോടു കൂടെ ജാമിദ ടീച്ചർ ഒരു മുസ്ലിമീങ്ങളോടും ഇഷ്ടം കാണിച്ചു. ഇസ്ലാമിനോട് വെറുപ്പ് ഇല്ലാത്ത രീതിയിൽ ജാമിദ ടീച്ചർ സംസാരിച്ചു എന്നാണ് എനിക്ക് വളരെ ഇഷ്ടമായി, വളരെ സന്തോഷമായി. ഇതാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. അപ്പുറത്തെ ഭാഗത്ത് ആരാണ് സംസാരിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നത് എന്ന് കേൾക്കുന്നതിന് മുമ്പ് സംസാരിക്കുന്ന ആളെ പേര് കേട്ടുകൊണ്ട് അപ്പോൾ തന്നെ വിളിച്ച് തെറി പറയുന്നതിനോടുകൂടെ അവർ പിന്നെയും കടുപ്പത്തിലേക്ക് കൂട്ടുന്നതാണ്, അരിശത്തിലേക്ക് കൂട്ടുന്നതാണ്. അവർക്ക് ചൂടേറിയ വാക്കുകൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവർ 10 ഇരട്ടിയാണ് നമുക്ക് ഇങ്ങോട്ട് തരുന്നത്. അതുകൊണ്ട് നല്ല മയത്തോടു കൂടി എത്ര വലിയ 16 തലമുള്ളവൻ വന്നാലും നമ്മൾ മയത്തോടു കൂടി അവരോട് പെരുമാറ്റവും അവരോട് നമ്മുടെ സംസാരം ആയിത്തീർന്നാൽ എത്ര വലിയ ആൾക്കാരെയും നമ്മൾക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് ഇവിടെ നവാസ് മന്നാനി ഇവിടെ സംസാരം നമ്മൾ പഠിപ്പിക്കുന്നു. അതുപോലെ ജാമിദ ടീച്ചറെയും വളരെ ഞാൻ ഇതിന്റെ കാര്യത്തിൽ സന്തോഷവാനാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.